കേരള കോൺഗ്രസിലെ സീറ്റ് തർക്കത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് എതിർപ്പ്. യുഡിഎഫിന് മുൻതൂക്കം നഷ്ടപ്പെട്ടതിൽ ഹൈക്കമാൻഡ് അതൃപ്തി അറിയിച്ചു. ഷീജ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷീജ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും നമുക്കറിയുന്നത് പോലെ കേരള കോൺഗ്രസ് വിഷയം അത് വലിയ തോതിൽ തന്നെ പ്രതിസന്ധി ഗുരുതരമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഹൈക്കമാൻഡിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് കൃത്യമായ രീതിയിലുള്ള ഒരു നിർദ്ദേശം സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. വലിയ അതൃപ്തി തന്നെയാണ് ഹൈക്കമാൻഡിന് ഈ വിഷയത്തിലുള്ളത്. പ്രധാനമായും ഹൈക്കമാൻഡ് ചൂണ്ടിക്കാട്ടുന്നത് നിലവിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ചും UDFന്റെ ലഭിക്കേണ്ട ഒരു മുൻതൂക്കം, തെരഞ്ഞെടുപ്പിൽ ലഭിക്കേണ്ട ഒരു മുൻതൂക്കമാണ് ഈ ഒരു പ്രതിസന്ധിയിലൂടെ നഷ്ടമായിരിക്കുന്നത് എന്നാണ് അവർ സംസ്ഥാന നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ശക്തമായ ഒരു ഇടപെടൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും വേണം. ഇത് വലിയ തോതിൽ കോൺഗ്രസിനുള്ളിലും അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് വിഷയം, ഈ കോട്ടയം സീറ്റിനെ ചൊല്ലിയാണ് വലിയ തോതിൽ ഒരു വിഭാഗീയത ഇതിനുള്ളിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കോട്ടയം സീറ്റിൽ നിലവിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് ഇരു വിഭാഗത്തിനും പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ വെക്കുക, അതാണ് ഒരു ഉപാധി കോൺഗ്രസിന് മുന്നിലുള്ളത്. മറ്റൊന്ന്, കോട്ടയം സീറ്റ്, അതായത് ഈ പ്രശ്നം ഇത്തരത്തിലൊരു ഉപാധി മുന്നോട്ട് വെച്ചിട്ട് അത് അംഗീകരിക്കാൻ കേരള കോൺഗ്രസ് ഇരുവിഭാഗവും തയ്യാറാകുന്നില്ല എന്നാണെങ്കിൽ മറ്റൊരു ശക്തമായ ഇടപെടലാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അത് കോട്ടയം സീറ്റ് കേരള കോൺഗ്രസിൽ നിന്ന് എടുത്തുകൊണ്ട് കോൺഗ്രസ് ഏറ്റെടുക്കുക, ആ രീതിയിലൊരു നടപടിയിലേക്കും കോൺഗ്രസ് നീങ്ങാൻ ആലോചിക്കുന്നുണ്ട്. ഏതായാലും അത്തരത്തിലൊരു ശക്തമായ നടപടി അത് പിന്നീട് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ആദ്യം ഈ ഒരു ഉപാധിയാകും കോൺഗ്രസ് നേതാക്കൾ പ്രധാനമായും മുന്നോട്ട് വെക്കുക. ഏതായാലും നിലവിൽ കോൺഗ്രസിന്റെ ജയസാധ്യതയുള്ള സീറ്റുകളിൽ പോലും ഇത് വലിയ തിരിച്ചടിയാകുന്നു എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. അത് ആ രീതിയിൽ തന്നെ കേരള കോൺഗ്രസ് നേതാക്കളോട് അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തിയിട്ടുള്ള ഘട്ടത്തിൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് ഈ വിഷയം സംസ്ഥാന നേതാക്കളുമായി ചർച്ച ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം കൃത്യമായ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത്. കേരള കോൺഗ്രസിലെ വിഷയങ്ങളോട് മൃദു സമീപനം ഇനി വേണ്ട എന്നുള്ളൊരു എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വമുള്ളത്. ആനന്ദ്. ശരി ഷീജ, വ്യക്തമാണ് വിശദാംശങ്ങൾ. കോട്ടയത്ത് വിട്ടുവീഴ്ചയില്ലെന്ന മാണി വിഭാഗം. കെ മാണി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്നും ഇനി ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് പ്രസക്തിയില്ലെന്നും റോഷി അഗസ്റ്റിൻ MLA പീപ്പിൾ ടിവിയോട് പറഞ്ഞു. കേരള കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടേണ്ടതില്ലെന്നും മുന്നണി നൽകിയ സീറ്റിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം തങ്ങൾക്കാണെന്നും റോഷി അഗസ്റ്റിൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ഒരു മുന്നണിയുടെ ധാരണയനുസരിച്ച് കോട്ടയം കേരള കോൺഗ്രസിൻ്റെ സീറ്റാണ്. കോട്ടയം കേരള കോൺഗ്രസിന് നൽകിയത് മുന്നണിയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി യോഗം ചേർന്ന് ഞങ്ങളുടെ ഇതിന് ചുമതലപ്പെടുത്താൻ അർഹതയുള്ള അംഗീകാരമുള്ള യോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ്. ആ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേർന്ന് അത്തരം കാര്യങ്ങൾ വിലയിരുത്തി പാർട്ടി ചെയർമാനെ ചുമതലപ്പെടുത്തി. ചെയർമാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ആചരണങ്ങൾ നടത്തണമെന്ന് ആലോചിക്കുകയും തീരുമാനിക്കുകയും ചെയ്തത് അദ്ദേഹമാണല്ലോ. ആലോചനകൾ നടത്തി തീരുമാനമെടുത്തു, സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു, അത്രമാത്രം. തീർച്ചയായിട്ടും അത് ഇന്റേണലായിട്ടുള്ള വിഷയങ്ങളെല്ലാം പാർട്ടിക്കകത്ത് തന്നെ പരിഹരിക്കപ്പെടും. അതിനൊക്കെയുള്ള ഒരു മെയ്വഴക്കവും അതിനൊക്കെയുള്ള കാര്യക്ഷമതയും കേരള കോൺഗ്രസ് നേതൃത്വത്തിനും പാർട്ടിക്കും ഉണ്ട്. മുന്നണിക്ക് നൽകിയ സീറ്റിൽ, കോട്ടയം പാർലമെന്റ് സീറ്റിൽ കേരള കോൺഗ്രസ് പാർട്ടി ചെയർമാൻ ശ്രീ KM മാണി സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതോടുകൂടി ഞങ്ങളുടെ സീറ്റ് വിഭജന ചർച്ച സ്വാഭാവികമായും പൂർത്തിയാവണമല്ലോ. ഇനി തെരഞ്ഞെടുപ്പിലേക്കാണ് പ്രവേശിക്കുക. നാളെ വൈകിട്ടോടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തീരുമാനമാകുമെന്ന് PJ ജോസഫ്. ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും താൻ ശുഭാപ്തി വിശ്വാസത്തിലാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. പല നിർദ്ദേശങ്ങളുണ്ട്. നാളെ വൈകുന്നേരത്തേക്ക് തീരുമാനം പറയാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇല്ല, പല വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, അങ്ങനെയല്ല. അതായത് ഞാൻ എപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരനാണ്. കോഴിക്കോട് ഇടത് സ്ഥാനാർത്ഥി പ്രദീപ് കുമാറിന് വിജയാശംസകൾ നേർന്ന് MT വാസുദേവൻ നായർ. കോഴിക്കോട് MLA എന്ന നിലയിൽ പ്രദീപ് കുമാറിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നേരിട്ട് കണ്ടതാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. PV ജോഷില ചേരുന്നുണ്ട്. ജോഷില, എന്തൊക്കെയാണ് MT ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണമായി മുന്നോട്ട് വയ്ക്കുന്നത്?
ആനന്ദ് കോഴിക്കോട് ബിഷപ്പിനെ സന്ദർശിച്ച ശേഷമാണ് എ പ്രദീപ് കുമാർ മലയാള സാഹിത്യ കുലപതി MT വാസുദേവൻ നായരുടെ വീട്ടിലെത്തിയത്. വാർദ്ധക്യ സഹജമായ അവസ്ഥകൾക്കിടയിലും MT വാസുദേവൻ നായർ പ്രദീപ് കുമാറിനെ കൃത്യമായ വരവേൽപ്പാണ് നൽകിയത്. ആരോഗ്യത്തെക്കുറിച്ചും നാടിനെക്കുറിച്ചുമെല്ലാം ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തു. വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ജയിക്കേണ്ടതെന്നും പണ്ട് ആരും കയറി ചെല്ലാൻ അറയ്ക്കുന്ന ആശുപത്രികളിലും വിദ്യാലയങ്ങളും ഇന്നത്തെ രീതിയിൽ അത്യന്താധുനിക സൗകര്യങ്ങളുള്ളതാക്കി മാറ്റിയ എ പ്രദീപ് കുമാർ MLA യുടെ പ്രവർത്തനം കോഴിക്കോട് നോർത്ത് മണ്ഡലം കണ്ടതാണ് എന്നുള്ളതാണ് MT വാസുദേവൻ നായർ പറഞ്ഞത്. അത് കോഴിക്കോട് മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെല്ലാം കണ്ടതാണ്, ജനങ്ങൾക്കെല്ലാം അറിയാം. വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് ജയിക്കേണ്ടത്. എ പ്രദീപ് കുമാർ MLAക്ക് പാർലമെന്റ് അംഗമായ കൂടുതൽ കാര്യങ്ങൾ കൂടി നാടിനു വേണ്ടി ചെയ്യാൻ കഴിയുമെന്നും MT വാസുദേവൻ നായർ പറയുകയുണ്ടായി. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, നാടിനും അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളുള്ളവരും നാടിനെ വികസനത്തിലേക്ക് നയിക്കുന്നവരുമാണ് ജയിക്കേണ്ടത്. എല്ലാ പിന്തുണയും എ പ്രദീപ് കുമാറിന് നൽകിക്കൊണ്ടാണ് അദ്ദേഹം യാത്രയാക്കിയത്. ശരി ജോഷില, വിശദാംശങ്ങൾ വ്യക്തമാണ്. കർതാർപൂർ ഇടനാഴി യാഥാർത്ഥ്യമാക്കുന്നത് സംബന്ധിച്ചുള്ള ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച ഇന്ന് നടക്കും. വാഗ അതിർത്തിക്കടുത്ത് ഇന്ത്യയിലെ അട്ടാരിയിലാണ് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ ഉദ്യോഗസ്ഥർ ചർച്ച നടത്തുക. പുൽവാമ ആക്രമണത്തെ തുടർന്ന് ബന്ധം വഷളായതിനു ശേഷം ആദ്യമായാണ് ഇരു രാജ്യങ്ങളും ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സന്തോഷ്, എന്തൊക്കെ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭിക്കുന്നു? ആനന്ദ്, പുൽവാമ സ്ഫോടനത്തിന് ശേഷമുള്ള നിർണായകമായ നയതന്ത്ര ചർച്ചയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ ഈ കർതാർപൂർ ഇടനാഴി സംബന്ധിച്ച് ആരംഭിച്ചിരിക്കുന്നതെന്ന് തന്നെ പറയാം. കാരണം മറ്റെല്ലാ നയതന്ത്ര ചർച്ചകളും നിർത്തിവെച്ചു. പക്ഷേ ആകെ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് ഈ കർതാർപൂർ കോറിഡോർ സംബന്ധിച്ച ചർച്ചയാണ്. അപ്പൊ അതിലെ ആദ്യ ചർച്ചയാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഗുരു നാനാക്ക് അവസാന ദിവസം ചിലവഴിച്ച ഈ കർതാർപൂരിലെ, അതായത് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ഉൾപ്പെടുന്ന കർതാർപൂർ നഗരത്തിൽ ഉൾപ്പെടുന്ന സിഖ് ആരാധനാലയത്തിലേക്കുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഇടനാഴിയാണ്. ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ നേരത്തെ കഴിഞ്ഞ ജനുവരിയിൽ ഒരു ഡ്രാഫ്റ്റ് പ്രോജക്റ്റ് ഒക്കെ തയ്യാറാക്കി പാസ്സാക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ചേരുന്ന ഈ ആദ്യ യോഗത്തിൽ പ്രധാനമായും തീരുമാനിക്കുന്നത് ഈ 3 കിലോമീറ്റർ വരുന്ന ഈ കോറിഡോർ, ഈ ഇടനാഴി എങ്ങനെ നിർമ്മിക്കണം, ഇതിന്റെ റോഡ് ഏത് രീതിയിലായിരിക്കണം എന്നത് സംബന്ധിച്ചാണ്. പിന്നെ മറ്റ് സുരക്ഷാ വിഷയങ്ങൾ കൂടി ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട്. കാരണം ഇന്ത്യ ഇക്കാര്യത്തിൽ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ഒരു ഇടപെടൽ ഭയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ നിലവിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. അപ്പോൾ അതുവഴി ഈ കോറിഡോറിൽ അവർ ഏതെങ്കിലും തരത്തിലുള്ള ഖാലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കുമോ എന്ന് ഇന്ത്യ സംശയിക്കുന്നു. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കണമെന്ന് പാകിസ്ഥാനോട് ഇന്നത്തെ ചർച്ചയിൽ ആവശ്യപ്പെടും. ഇത് സംബന്ധിച്ച് സുരക്ഷാ വിഷയങ്ങളൊക്കെ ഇരുവരും തമ്മിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഡയറക്ടർ ജനറൽ ഓഫ് സൗത്ത് ഏഷ്യയുടെ ചുമതലയുള്ള മുഹമ്മദ് ഫൈസലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭാഗത്ത് നിന്നാകട്ടെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധിയെ കൂടാതെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും BSFന്റെയും നാഷണൽ ഹൈവേയുടെയും പഞ്ചാബ് ഗവൺമെന്റിന്റെ പ്രതിനിധികൾ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെയോടുകൂടി ഈ പാകിസ്ഥാൻ ഭാഗത്തു നിന്നുള്ള നയതന്ത്ര സംഘം ഇന്ത്യയിൽ പ്രവേശിച്ചു. അമൃത്സറിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരത്തുള്ള അതിർത്തി ഭാഗമായ അട്ടാരിയിൽ വെച്ചാണ് ഇപ്പോൾ ചർച്ച പുരോഗമിക്കുന്നത്. ശരി സന്തോഷ്, വ്യക്തമാണ് വിശദാംശങ്ങൾ. പാക് ഭീകര സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ മസൂദ് അസറിനെ ആഗോള ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന പ്രമേയം UN രക്ഷാസമിതിയിൽ ചൈനയുടെ എതിർപ്പിനെ തുടർന്ന് പാസാക്കാനായില്ല. ഇത് 4ാം തവണയാണ് ചൈന തടസ്സവാദം ഉന്നയിക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് നേതാവ് മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയത്തെ ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിൽ ചൈന വീണ്ടും എതിർത്തു. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ഫെബ്രുവരി 27-ന് US, ബ്രിട്ടൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ കൊണ്ടുവന്ന പ്രമേയത്തിന്മേലാണ് ബുധനാഴ്ച രാത്രി വൈകി UNൽ വോട്ടെടുപ്പ് നടന്നത്. 15-അംഗ UN രക്ഷാസമിതിയിൽ വീറ്റോ അധികാരമുള്ള ചൈന 4ാം തവണയാണ് പ്രമേയത്തെ എതിർത്ത് വോട്ട് ചെയ്യുന്നത്. പ്രമേയം പരാജയപ്പെട്ടതിൽ നിരാശയുണ്ടെന്നും എന്നാൽ രാജ്യത്തിന്റെ പൌരന്മാർക്കെതിരെ നീചമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഭീകരരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധ്യമായ എല്ലാ വേദികളും ഉപയോഗപ്പെടുത്തുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ചൈനയുടെ പേരെടുത്തു പറയാതെയാണ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത്. രക്ഷാസമിതിയിലെ ഒരംഗം എതിർത്തതിനാൽ മസൂദ് അസറിനെ ഭീകര പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള പ്രമേയത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് പ്രസ്താവനയിൽ പറയുന്നു. പ്രമേയത്തിന്മേൽ നിലപാടറിയിക്കാൻ ഉപരോധ സമിതിയിലെ അംഗരാജ്യങ്ങൾക്ക്
UN 10 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു. ഇത് ബുധനാഴ്ച രാത്രി 12:30 അവസാനിച്ചതിനെ തുടർന്നാണ് വോട്ടെടുപ്പ് നടന്നത്. ഇക്കാര്യത്തിൽ തങ്ങളുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ലിയു കാങ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. 2009, 2016, 2017 വർഷങ്ങളിലാണ് മസൂദ് അസറിനെ ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള പ്രമേയത്തെ ചൈന നേരത്തെ എതിർത്തത്. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുന്നതിൽ കോൺഗ്രസിൽ പുനരാലോചന. സഖ്യത്തെപ്പറ്റി പ്രവർത്തകരുടെ അഭിപ്രായം തേടി ശബ്ദ സന്ദേശം അയച്ചു. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി PC ചാക്കോയാണ് സന്ദേശം അയച്ചത്. ആം ആദ്മി സഖ്യം വേണ്ടെന്ന് ഷീല ദീക്ഷിത് അടക്കമുള്ള സംസ്ഥാന നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് സഖ്യ വിഷയത്തിൽ പ്രവർത്തകരുടെ അഭിപ്രായം തേടിയുള്ള ശബ്ദ സന്ദേശം അയച്ചത്. റഫേലിൽ കേന്ദ്ര സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെയുള്ള പുനർപരിശോധനാ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. റഫേലുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ ചോർന്നിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലവും കോടതിയുടെ പരിഗണനയിൽ ഉണ്ട്. രേഖകളുടെ ഫോട്ടോ കോപ്പികളാണ് ചോർത്തിയതെന്നും ഇത് പ്രചരിപ്പിക്കുന്നത് മോഷണമായി കണ്ട് പുനർപരിശോധനാ ഹർജികൾ തള്ളണം എന്നുമാണ് സത്യവാങ്മൂലത്തിലെ ആവശ്യം. പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാൻ അനുവദിക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം കഴിഞ്ഞ ദിവസം കോടതി അംഗീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോടതി സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് പുറത്തുവന്ന രഹസ്യരേഖകൾ ശത്രുരാജ്യങ്ങൾക്ക് ലഭിച്ചിരിക്കാമെന്നും ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുമെന്നും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. റഫേൽ ഇടപാടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്നിരിക്കുന്ന രേഖകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും മോഷ്ടിച്ചതാണെന്നും അതുകൊണ്ട് മോഷ്ടിക്കപ്പെട്ട രേഖകളുടെ അടിസ്ഥാനത്തിലുള്ള പുനഃപരിശോധനാ ഹർജികൾ തള്ളണമെന്നും കഴിഞ്ഞ തവണ കേന്ദ്രം വാദിച്ചിരുന്നു. എന്നാൽ വാദങ്ങൾ തിരിച്ചടിയായെന്ന ബോധ്യം വന്നതോടെ രേഖകൾ മോഷണം പോയത് തീർത്തും തെറ്റായ കാര്യമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്രം മലക്കമറിഞ്ഞിരിക്കുകയാണ്. സർക്കാർ രഹസ്യരേഖകളായി കണക്കാക്കുന്നവയുടെ പകർപ്പുകൾ പുറത്തുപോയെന്നാണ് ഇപ്പോൾ സത്യവാങ്മൂലത്തിൽ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് വൈകുന്നേരം 3 മണിക്കാണ് ഹർജികൾ പരിഗണിക്കുക. രേഖകൾ പുറത്തുവന്നതിനെക്കുറിച്ച് ഫെബ്രുവരി 28 മുതൽ ആഭ്യന്തര അന്വേഷണം നടക്കുകയാണെന്ന് കേന്ദ്രം സത്യവാങ്മൂലത്തിൽ പറയുന്നു. രേഖകൾ മോഷ്ടിക്കപ്പെട്ടതാണെങ്കിലും പരിശോധിക്കുന്നതിന് തടസ്സമില്ലെന്ന കോടതി നിരീക്ഷണം കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അഴിമതി പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ദേശസുരക്ഷയുടെ മറവിൽ മൂടിവെക്കാൻ കഴിയില്ലെന്ന് കോടതി വാദത്തിനിടെ നിരീക്ഷിച്ചിരുന്നു. നിരപരാധിത്വം തെളിയിക്കാൻ ഒരു പ്രതി മോഷ്ടിച്ച രേഖകൾ ഹാജരാക്കിയാൽ അത് പരിഗണിക്കേണ്ടി വരില്ലേ എന്ന് കോടതി വാദത്തിനിടെ കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതിയുടെ വിജയം ഉറപ്പിക്കുമെന്ന് വനിതകളുടെ പ്രഖ്യാപനം. ശ്രീമതി ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ പാർലമെന്റിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ വീണ്ടും ശ്രീമതി ടീച്ചറെ പാർലമെന്റിൽ എത്തിക്കുമെന്നാണ് ആയിരക്കണക്കിന് വനിതകൾ ഏകസ്വരത്തിൽ പ്രഖ്യാപിച്ചത്. വനിതാ മതിലിന് ശേഷം കണ്ണൂർ ജില്ല കണ്ട ഏറ്റവും വലിയ വനിതാ മുന്നേറ്റമായി മാറി ശ്രീമതി ടീച്ചറുടെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വനിതാ പാർലമെന്റ്. മട്ടന്നൂരിലും ശ്രീകണ്ഠപുരത്തും CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിന്റെ വികസനത്തിനൊപ്പം കഴിഞ്ഞ 5 വർഷം രാജ്യത്തെ മുഴുവൻ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ശ്രീമതി ടീച്ചർ പാർലമെന്റിൽ ശബ്ദമുയർത്തിയതെന്ന് ബൃന്ദ കാരാട്ട് ചൂണ്ടിക്കാട്ടി. And she is the one woman MP who stood up and demanded women's reservation in parliament. All the women with any problems, they will come and ask us, please introduce us to PK Srimati. We know that she will raise our voice in parliament. So she is not only your MP, she is the MP who raises the voice of all struggling women in India. കണ്ണൂരിന്റെ വികസന നായിക PK ശ്രീമതി ടീച്ചർക്ക് ആവേശകരമായ സ്വീകരണമാണ് വനിതാ പാർലമെന്റിൽ ലഭിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപ്രതിനിധികൾ പൂർണ്ണമായും ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളിൽ ഒരാളായി ജനങ്ങൾക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും പ്രവർത്തിക്കുന്നവരാണ്. ആ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി കഴിഞ്ഞ 5 വർഷക്കാലവും ഞാൻ പ്രവർത്തിക്കാൻ എന്റെ പരമാവധി കഴിവ് വിനിയോഗിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ അസംബ്ലി മണ്ഡലം കൺവെൻഷനുകൾക്കും തുടക്കമിട്ട് LDF പ്രചരണത്തിൽ ഏറെ മുന്നിലെത്തി. പേരാവൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മന്ത്രിയുമായ EP ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. ഇപ്പോൾ ജോണി നെല്ലൂർ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അതുകൊണ്ട് ഞങ്ങളുടെ അവകാശവാദമൊന്നും ഇല്ലാതായെന്നാരും കരുതണ്ട. നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന സന്ദർഭത്തിൽ നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിലും ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളുടെ കാര്യത്തിലുമൊക്കെ ഞങ്ങളെ പരിഗണിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതങ്ങനെ പരിഗണന ഉണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുക.
അല്ല, ഇപ്പോ കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റേ കൊടുക്കാൻ കഴിയൂ എന്ന് UDF-ന്റെ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചു. അപ്പൊ തീർച്ചയായും ആ ഒരു സീറ്റിൽ അപ്പുറത്ത് മറ്റൊരു സീറ്റ് കൊടുക്കാൻ ഉള്ളൊരു സാധ്യത ഇപ്പോൾ നിലവിലില്ല. ദേശീയ തലത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു ചെല്ലേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഒരു കാരണവശാലും സീറ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇതൊക്കെ പരസ്പര വിട്ടുവീഴ്ചകളിലൂടെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് അതിന് പക്വമതികളായ നേതാക്കളുണ്ടല്ലോ കോൺഗ്രസിലും UDF-ലും ഒക്കെ. ഒരു കലകം ഉണ്ടാകില്ല, അത്ര ഞാൻ പറയുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, UDF-ന്റെ ഐക്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. UDF-ലെ ഐക്യം കാത്തു സൂക്ഷിക്കുവാൻ ആവശ്യമായ ചർച്ചകളിലൂടെ ഉചിതമായ നടപടികൾ സ്വീകരിക്കും. അല്ല, അതിൻ്റെ ഒരു മറുഭാവം പറയുന്നുണ്ടല്ലോ. ജോയി എബ്രഹാം രാജ്യസഭ അംഗമായിരുന്നു കേരള കോൺഗ്രസ് എമ്മിന്റെ. അദ്ദേഹം ഒഴിവായ, റിട്ടയർ ചെയ്ത ഒഴിവിലാണ് ഒരു രാജ്യസഭ സീറ്റ് ഒഴിവ് വന്നത്, ഒരെണ്ണം. അത് ജോസ് കെ മാണിക്ക് കൊടുത്തു എന്നുള്ളതാണ് അവരുടെ വാദം. അപ്പൊ ആ തർക്കത്തിലേക്കും വാദഗതിയിലേക്കും ഞാൻ പോകുന്നില്ല. ഏതായാലും കേരള കോൺഗ്രസ് എം 2 സീറ്റ് ചോദിച്ചു, മുസ്ലിം ലീഗ് 3 സീറ്റ് ചോദിച്ചു. അങ്ങനെ ഒരു സീറ്റ് ചർച്ച വരുമ്പോൾ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത് സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായി ഉന്നയിക്കുന്നത് ചർച്ച കഴിയുമ്പോൾ അത് ഒരു തീരുമാനമാണല്ലോ. ആ തീരുമാനം അംഗീകരിച്ചു പോവുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു കടമ. ഞാൻ ഈ ആരംഭഘട്ടം മുതൽ കേരള കോൺഗ്രസ് എമ്മിൽ ഒരു അസ്വാരസ്യമുണ്ട്, 2 സീറ്റ് വേണമെന്നുള്ള തർക്കം നടക്കുന്ന സന്ദർഭത്തിൽ ഞാൻ 2 വിഭാഗം നേതാക്കളെയും, ശ്രീ PJ ജോസഫിനെ നേരിട്ട് അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കണ്ട് സംസാരിച്ചു. ശ്രീ ജോസ് കെ മാണിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. ആ പാർട്ടിയുടെ പല ജോയി എബ്രഹാം ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ചു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, ഇതിന്റെ പേരിൽ ഒരു കലഹം ഉണ്ടാകാൻ പാടില്ല, UDF-ൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം അത്ര വലുതാണ്. അപ്പൊ എന്നോട് അവർ 2 കൂട്ടരും പറഞ്ഞ വാക്ക്, UDF-ന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നടപടിയും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല, UDF വിട്ടു പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ആ കാര്യം ഞാൻ UDF യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥി നിർണ്ണയവും കാര്യങ്ങളൊക്കെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. അതിൽ ഞങ്ങൾ ആരും ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ അതുമൂലം UDF-ൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് ഇടപെട്ടിട്ട് മതിയാവും. അത് സാധാരണ ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും LDF ആണല്ലോ ആദ്യ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ ഓർക്കണം, UDF വളരെ മുമ്പേ തന്നെ ചരിത്രത്തിൽ ആദ്യമായി 20 പാർലമെന്റ് മണ്ഡലത്തിലും പാർലമെന്റ് കൺവെൻഷനുകൾ നടത്തി. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല. ഇപ്രാവശ്യം 20 പാർലമെന്റ് മണ്ഡലങ്ങളിലും മാസങ്ങൾക്ക് മുമ്പ് തന്നെ കൺവെൻഷൻ നടത്തി. ഞാൻ 20 സ്ഥലത്തും പോയ ആളാണ്. അപ്പോൾ ആ കൺവെൻഷൻ നടത്തി തെരഞ്ഞെടുപ്പിനുള്ള സജ്ജീകരണങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം അല്പം വൈകിയാലും UDF-ന് ഓടി മുന്നിൽ കയറാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. LDF ഇപ്പോൾ ഇത്തിരി നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നാലും 1-2 ദിവസം കൊണ്ട് അതിനെ മറികടക്കുവാൻ UDF-ന് കഴിയും. ആ സംഘടനാ സംവിധാനവും ആ ഐക്യവും ഒക്കെ UDF-നുണ്ട്. ഇപ്പം ഞാനിപ്പോ നീതിയാണോ നീതികേടാണോ എന്നും പറയാൻ ഞാൻ ഒരുക്കമല്ല. അത് അവരുടെ, ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അവരുടെ പാർട്ടി ചർച്ച ചെയ്യട്ടെ. ഏതായാലും PJ ജോസഫ് എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒരു സൗമ്യനായ നല്ല നേതാവ് ആണെന്നുള്ള ഒരു അഭിപ്രായം പൊതുസമൂഹത്തിനുണ്ട്. അപ്പുറത്ത് മാണി സാറ് കേരളത്തിൽ ഏറ്റവും ശക്തനായ ഒരു UDF നേതാവാണ്, ഒരു പാർട്ടിയുടെ നേതാവാണെന്നുള്ള ബോധ്യവും ജനങ്ങൾക്കുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പം പിന്നെ അതിന് ഇപ്പോൾ PJ ജോസഫിനോട് നീതി കാണിച്ചോ അല്ലെങ്കിൽ ആരോടെങ്കിലും അനീതി കാണിച്ചോ എന്നൊന്നും പറയാൻ ഞാൻ ഒരുക്കമില്ല. അല്ല, ആ പരിഗണനയെ സംബന്ധിച്ച് അവർ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. ജോസ് കെ മാണി പാർട്ടിയുടെ വൈസ് ചെയർമാൻ വ്യക്തമാക്കിയല്ലോ, എല്ലാ കൂടിയാലോചനകളും നടന്ന ശേഷമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന്. ഞാൻ പറഞ്ഞല്ലോ, അവരുടെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ എന്തെന്നുള്ളതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. ഇപ്പോൾ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് തോമസ് ചാഴികാടനാണ്. ആ സ്ഥാനാർത്ഥി തന്നെയാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായി നാളെ രംഗത്തുള്ളത്. മറിച്ചൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ, ഉണ്ടാകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് പിന്നെ അത് മാറി മറിയുന്ന സാഹചര്യം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ എത്രയോ കാര്യങ്ങൾ ഏതെല്ലാം വിധത്തിലുള്ള ഒത്തുതീർപ്പുകൾ ഉണ്ടാകാം. കോൺഗ്രസ് നേതാക്കന്മാർ ഇന്നലെ PJ ജോസഫുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ചില കാര്യങ്ങൾ എന്നോട്
ജോണി നെല്ലൂർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഒരു ചെറിയ ഇടവേള. മുതിർന്ന കോൺഗ്രസ് നേതാവ് റോസമ്മ ചാക്കോ അന്തരിച്ചു. 93 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഇന്ന് രാവിലെ 6 മണിക്കായിരുന്നു അന്ത്യം. സംസ്കാരം ഞായറാഴ്ച 2 മണിക്ക് കോട്ടയം തോട്ടക്കാട് സെന്റ് ജോർജ് കത്തോലിക്ക പള്ളിയിൽ നടക്കും. റോസമ്മ ചാക്കോയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു.